Hi friends, welcome back to my channel Physica class. Plus 1 Physicsലെ യൂണിറ്റ് 3 നമ്മളിന്ന് ഇവിടെ തുടങ്ങാണ്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ഇപ്പോൾ ചാപ്റ്ററിൻ്റെ ഹെഡിങ് പോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. മോഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മോഷൻ ഇൻ 1, 2, 3 ഡയമെൻഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഒരു കാറ് ഓടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡ് കൂടിയാണ് ഒരു കാർ ഓടുന്നതെങ്കിൽ കാറ് സ്ട്രെയിറ്റ് ആയിട്ടാണ് സഞ്ചരിക്കുന്നത്, ഒരേ ലൈനിലാണ് സഞ്ചരിക്കുന്നത്. അതേമാതിരി ട്രെയിനാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ട്രാക്ക് കൂടെ ഓടുന്നത്, അതേമാതിരി അതായത് വളവൊന്നുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്ക് കൂടെ ഓടുന്നത് കേട്ടോ, നേരെ പോണത്. അതേമാതിരി ഒരു ലോങ് സ്ട്രിങ്ങിൻ്റെ മുകളിൽ ഉറുമ്പ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, ആൻഡ് മൂവിങ് ഓൺ എ ലോങ് സ്ട്രിങ്ങും, അതായത് നേരെ ഇങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ അതാണ് എന്ത് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇഫ് എ ബോഡി മൂവ്സ് ഇൻ എ സ്ട്രേറ്റ് ലൈൻ പാത്ത്, ഒരു സ്ട്രേറ്റ് ലൈൻ പാത്തിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് എന്ത് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സെക്കൻഡ് വൺ ഇസ് 2 ഡയമെൻഷണൽ മോഷൻ. അതായത് ഒരു ബോഡി മൂവ് ചെയ്യുന്നത് ഒരു പ്ലെയിനിലാണ് എന്നുണ്ടെങ്കിൽ, ഒരു പ്ലെയിൻ എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾ നോക്കിയൊക്കെ ഒരു സ്ട്രേറ്റ് റോഡ് കൂടെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ആക്സിസേ വന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന മാതിരി എക്സ് ആക്സിസ് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒറ്റ ആക്സിസേ വന്നുള്ളൂ. അതാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും എന്ത് വരും, 2 ആക്സിസുകൾ വരും. അതായത് ഇതേപോലെ 2 ആക്സിസുകൾ അവിടെ വരും. ഇതാണ് പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ പ്ലെയിനിലാണ് ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊസിഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്സിസിലും ഈ വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്സിസിലും വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മൾ പറയാം. ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എക്സ് വൈ, എക്സ് എത്രയിലാണോ ഇത് നിൽക്കുന്നത്, വൈ എത്രയിലാണോ ഇത് നിൽക്കുന്നത് എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ പൊസിഷൻ നമ്മൾ പറയാം. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് ഒരു പ്ലെയിനിലാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ് 2 ഡയമെൻഷൻ ആയിരിക്കും. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൗണ്ട് കൂടെ ബോൾ റോൾ ചെയ്യാണ്. അതേപോലെ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ, പ്രൊജക്റ്റൈലിൻ്റെ മോഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇവിടെ നമ്മളിങ്ങനെ എറിഞ്ഞു വിടുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റൈലിൻ്റെ മോഷനൊക്കെ വരുമ്പോൾ അതെന്താണ് ഈ 2 ഡയമെൻഷനിലാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളും കണ്ടു. പ്ലെയിനിലാണ് എന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ, സ്ട്രേറ്റ് ലൈൻ പാത്ത് ആണെന്നുണ്ടെങ്കിൽ 1 ഡയമെൻഷൻ. ഇനി ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് സ്പേസിലാണെന്നുണ്ടെങ്കിൽ 3 ഡയമെൻഷനൽ. ഇപ്പോൾ ഒരു പട്ടം പറക്കണത്, അതേമാതിരി പക്ഷി പറക്കണത്, അതൊക്കെ എന്താണ് ഒരു സ്പേസിലാണല്ലേ. സ്പേസ് മീൻസ് അതിന് എന്തുണ്ട് 3 ഡയമെൻഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ എക്സും വൈയും മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരണം, ഇസഡും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെയാണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും നമ്മൾ 3Dയിൽ വരയ്ക്കണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എക്സ് വൈ സെഡ് എന്നുള്ള ഒരു പൊസിഷൻ കൂടെ നമ്മൾ എഴുതേണ്ടി വരും. അതിൻ്റെ പൊസിഷൻ പറയുമ്പോൾ ഈ സെഡ് ആക്സിസിലെ വാല്യൂ കൂടി എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. അതാണ്, അതായത് സ്പേസിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് 3 ഡയമെൻഷനിലായിരിക്കും. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് 3 പോയിൻ്റാണ്: 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. സ്ട്രേറ്റ് ലൈൻ പാത്ത് കൂടിയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ 1 ഡയമെൻഷൻ, പ്ലെയിനിലൂടെ ആണെങ്കിൽ 2 ഡയമെൻഷൻ, സ്പേസിലൂടെ ആണെങ്കിൽ 3 ഡയമെൻഷൻ. ഇനി നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റാണ് എന്ത് സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് റെസ്റ്റ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എപ്പോഴാണ് റെസ്റ്റിലാണെന്ന് പറയും. ഇപ്പോൾ നമ്മുടെ ഒരു ബോള് ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ബോള് റെസ്റ്റിലാണെന്ന് പറയപ്പോഴാണ്, ഈ ബോൾ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെങ്കിൽ റെസ്റ്റിലിരിക്കുകയാണെന്ന് പറയപ്പോഴാണ് ആ ബോൾ മൂവ് ചെയ്യാതിരിക്കുമ്പോൾ അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് ഈ ബോളിൻ്റെ പൊസിഷനൊന്നും മാറിയില്ല, ബോൾ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അതേമാതിരി ടൈമോ സറൗണ്ടിങ്സ് മാറുന്നതനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മാറിയിട്ടില്ലെങ്കിൽ അത് റെസ്റ്റിലാണെന്ന് പറയാൻ പറ്റും. കണ്ടോ, സറൗണ്ടിങ്സിനനുസരിച്ച് ബോഡിയിലെ പൊസിഷൻ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ബോൾ ഇപ്പോൾ റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ വേറൊരു ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ഉരുണ്ട് റോൾ ചെയ്ത് ഇവിടെ എത്തി നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ റോൾ ചെയ്ത് ഇവിടെ എത്തി നിൽക്കുന്നു. അപ്പോൾ എന്തായി, അതിൻ്റെ പൊസിഷന് വ്യത്യാസം വന്നു. അപ്പോൾ സറൗണ്ടിങ്സും ടൈമും മാറുന്നതനുസരിച്ച് എന്ത് വന്നു, അതിൻ്റെ പൊസിഷനിൽ ചേഞ്ച് വന്നു. അതുകൊണ്ട് നമുക്കതിനെ സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്ന് പറയാം.
അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റും സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റെസ്റ്റിലാണെന്ന് പറയാം. ഇനിയിപ്പോൾ അത് മാറുന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സിന് ടൈമിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ് എന്ന് പറയാം. അപ്പോൾ ആ കോൺസെപ്റ്റും ക്ലിയറായി. ഇനി എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? അത് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. ടെസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് വളരെ നീറ്റായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായിട്ട്. ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുള്ള പാത്ത് ലെങ്ത് തന്നെയാണ്, ആ ഒരു ദൂരം തന്നെയാണ് അത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ്, ഇവിടെ ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞൊരു സ്ഥലം, ബി എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ബിയിലേക്ക് എത്താം, ഇങ്ങനെ നേരെ പോയിട്ട് ബിയിലേക്ക് എത്താം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ സി വഴി പോയിട്ട് എത്തി. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. ഓക്കെ, എ നിന്ന് ബിയിലേക്ക് എത്താൻ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് വഴി പോവാം, അല്ലെങ്കിൽ എ നിന്ന് ബിയിലേക്ക് നേരിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇതിലെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ശരിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ദൂരം എടുത്തു, എന്താണോ ആ പാത്തിൻ്റെ ലെങ്ത്ത്, അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ശരിക്ക് ഇനിഷ്യൽ ആൻഡ് ഈ ഫൈനൽ പോയിൻറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസാണ് എന്ത്, ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇവിടെ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിന്ന് ബിയിലേക്ക് എത്താനായിട്ട് ഒരു സി എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ സഞ്ചരിക്കുമ്പോൾ 10 കിലോമീറ്റർ ടൈം എടുത്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പക്ഷേ എയിൽ നിന്ന് ബിയിലേക്ക് നേരിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന് 5 കിലോമീറ്ററേ വേണ്ടിയിരുന്നുള്ളൂ. ഇവർ എന്ത് ചെയ്തു, ഈ സി എന്ന് പോയിൻ്റ്, അതായത് എയിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് സി എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടിയാണ് ബിയിലേക്ക് എത്തിയത്. അപ്പോൾ അവിടെ ദൂരം കൂടുതലാണ് അല്ലേ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എയിൽ നിന്ന് നേരിട്ടിട്ട് എത്താനാണെങ്കിൽ 5 കിലോമീറ്ററേ വേണ്ടു. പക്ഷെ നമ്മുടെ ആൾ സഞ്ചരിച്ചത് ഈ സി എന്നുള്ള പോയിൻ്റ് കൂടെ വളഞ്ഞിട്ടാണ് ബിയിലേക്ക് എത്തിയത്. അപ്പോൾ ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൺ സഞ്ചരിച്ച ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 കിലോമീറ്റർ ആണ്. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഇത് വലിയൊരു കോൺസെപ്റ്റാണ് കേട്ടോ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, 5 കിലോമീറ്റർ ആണ്. മനസ്സിലായോ? അതാണ് ഇവിടുത്തെ പോയിൻ്റ്. അതായത് നമ്മുടെ വ്യക്തി, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു പേഴ്സൺ സഞ്ചരിച്ചത് എയിൽ നിന്ന് ബിയിലേക്ക് എത്താനായിട്ട് വളഞ്ഞ് സി എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെയാണ് സഞ്ചരിച്ചത്. അതിന് 10 കിലോമീറ്റർ വേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വ്യക്തി സഞ്ചരിച്ച ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 10 കിലോമീറ്റർ എന്ന് പറയും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ 5 കിലോമീറ്റർ എന്നേ പറയാവൂ. അതായത് എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നേരിട്ടെത്താൻ എത്ര ദൂരം സഞ്ചരിച്ചു, അത് 5 കിലോമീറ്റർ ആണ്. അപ്പോൾ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ഇതാണ് ഇനിഷ്യൽ പോയിൻ്റ്, ഇതാണ് ഫൈനൽ പോയിൻ്റ് എന്നുണ്ടെങ്കിൽ ഇനിഷ്യലിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്താനുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ആ വ്യക്തി ഏതൊക്കെ വളഞ്ഞ വഴികൾ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ, അതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി നീറ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിളും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതായത് പറയാം, ഈ വ്യക്തി ഇത് എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷൻ, ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൊസിഷൻ. ഒരു വ്യക്തി എന്ത് ചെയ്തു, എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചു. പിന്നെ അതേ വ്യക്തി തന്നെ ബിയിൽ നിന്ന് എയിലേക്കും സഞ്ചരിച്ചു. ഫൈൻഡ് ഔട്ട് ദിസ്. ഇതിൻ്റെ ഈ എയിൽ നിന്ന് ബിയിലേക്ക് ആൾ സഞ്ചരിച്ചെടുത്തത് 10 കിലോമീറ്റർ ദൂരമാണ്.
ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതും 10 കിലോമീറ്റർ. പക്ഷേ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പോൾ 5 കിലോമീറ്റർ ദൂരം ഉള്ളൂ. പക്ഷേ ആ വ്യക്തി വളഞ്ഞു പോവാണ് ഇപ്പോൾ ചെയ്തത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത്, ഒന്നാമത്തെ ആൾ എന്ത് ചെയ്തു, എയിൽ നിന്ന് ബിയിലേക്ക് വന്നു, പിന്നെയും ബിയിൽ നിന്ന് എയിലേക്ക് എത്തി. രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു, എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് എയിലേക്കും വന്നു. ഓക്കെ. അപ്പോൾ ഈ ഒന്നാമത്തെ ആൾ സഞ്ചരിച്ചതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ഒന്നാമത്തെ ആളുടെ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര കിലോമീറ്റർ എടുത്തു? 10. ബിയിൽ നിന്ന് എയിലേക്ക് എത്ര കിലോമീറ്റർ എടുത്തു? 10. സോ മൊത്തം 20 കിലോമീറ്റർ ദൂരം ഈ ഒന്നാമത്തെ ആൾ സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ആൾ എന്താ ചെയ്തത്? നേരെ പോയില്ലേ, എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു. അപ്പോൾ രണ്ടാമത്തെ ആളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും 5 കിലോമീറ്റർ വീതം സഞ്ചരിച്ചതിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 5, ബിയിൽ നിന്ന് എയിലേക്ക് എത്താൻ 5. അപ്പോൾ 5 + 5 എന്ത് വന്നു? 10 കിലോമീറ്ററാണ് വന്നത്. ശരിയല്ലേ? രണ്ടുപേരും ഓരോ പൊസിഷനിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചത്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കാണ് സഞ്ചരിച്ചത്. പക്ഷേ രണ്ടുപേരുടെയും ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിപ്പോയി അല്ലേ. രണ്ടുപേരും സഞ്ചരിച്ച വഴികൾ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ആൾ 10 + 10 ആയിരുന്നു, 20 കിലോമീറ്റർ. രണ്ടാമത്തെ ആൾ 5 + 5 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസിൽ സഞ്ചരിച്ചത്. ഇനി രണ്ടുപേരുടെയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നൊന്ന് പറഞ്ഞേ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് ഇത്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളും സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നാണ്? ഈ രണ്ട് വ്യക്തികളും സ്റ്റാർട്ട് ചെയ്തത് എയിൽ നിന്നാണ്. എന്നിട്ട് ഏറ്റവും അവസാനം, അപ്പോൾ എ ആണ് ഇനിഷ്യൽ പോയിൻറ്റ്, ഏറ്റവും അവസാനം അവരെവിടെ എത്തിയത്? എയിൽ നിന്ന് ബിയിലേക്ക് പോയി തിരിച്ച് വീണ്ടും അവർക്ക് എവിടെ തന്നെ എത്തിയത്? അവസാനം എയിൽ തന്നെ. ശരിയാണോ? ആ ഒരു വ്യക്തി ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന്, പിന്നീട് ആ വ്യക്തി ലാസ്റ്റ് ബിയിൽ പോയി ലാസ്റ്റ് എവിടെ എത്തിയത്? എയിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആൾക്കാരുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് 0 അല്ലേ? 0 കിലോമീറ്റർ അല്ലേ വരിക? 0 കിലോമീറ്ററാണ് വരിക. ശരിയല്ലേ? ഒന്നാമത്തെ ആളുടെയും രണ്ടാമത്തെ ആളുടെയും ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 കിലോമീറ്റർ വരിക. കാരണം എന്താണ്? ഒന്നാമത്തെ ആളും രണ്ടാമത്തെ ആളും എയിൽ നിന്ന് ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് തിരിച്ച് അവസാനം എവിടേക്കാണ് എത്തിയത്? എയിലേക്ക് തന്നെയാണ് എത്തിയത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷനുകൾ തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. കണ്ടോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഒരാൾ എയിൽ നിന്ന് തുടങ്ങി ബി കൂടെയും സി കൂടെ എവിടെ വേണമെങ്കിലും കൂടെ പോയിക്കോട്ടെ, ആൾ അതേ പോയിന്റിൽ തന്നെ വീണ്ടും തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 20 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ വന്നില്ലേ, ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് 0 കിലോമീറ്റർ ആയിരിക്കും. ഇപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളാണ്. പിന്നെ എന്തുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് വെച്ചാൽ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ചുള്ള മേജറായിട്ടുള്ളൊരു പോയിന്റ്. Distance is the length of the path travelled by a body while moving from an initial position to the final position. ചെയ്യുമ്പോൾ ആ ഇനിഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെ ഏതൊക്കെ വഴികൾ കൂടെ ട്രാവൽ ചെയ്തോ എല്ലാം നോക്കിയിട്ടാണ് ആ ഡിസ്റ്റൻസ് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റു പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ പാത്താണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അഞ്ചാമത്തെ ഒരു പോയിന്റ് നോക്കാം. അത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ദർ ഈസ് ഓൾവേസ് എ ഡിസ്റ്റൻസ് കവേർഡ് വെൻ എവർ ദർ ഈസ് എ മോഷൻ. അവിടെ ഒരു മോഷൻ ഉണ്ട്, അവിടെ ഒരു ചലനം ഉണ്ടായിട്ടുണ്ടോ, നമുക്ക് അവിടെ ഡിസ്റ്റൻസ് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് തിരിച്ച് ഫൈനൽ അവസാനിച്ചത് എയിൽ തന്നെയാണെങ്കിലും
ഒന്നാമത്തെ വ്യക്തിക്കും രണ്ടാമത്തെ വ്യക്തിക്കും ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവിടെ ചലനം സംഭവിച്ചതുകൊണ്ട് ആ രണ്ട് വ്യക്തികളും ട്രാവൽ ചെയ്തതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി 10 കിലോമീറ്റർ 20 കിലോമീറ്റർ എന്ന്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ എന്താണ്? 0 വന്നു. കാരണം എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0 ഇഫ് ദി ബോഡി കംസ് ബാക്ക് ടു ഇറ്റ്സ് ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ അത് ബോഡി അല്ലെങ്കിൽ ആ പേഴ്സൺ തിരിച്ച് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ആ വ്യക്തി ട്രാവൽ ചെയ്തത് നെഗ്ലക്റ്റ് ചെയ്ത് പോയില്ലേ ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തിയപ്പോൾ. പക്ഷേ അവിടെ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ക്ലിയർ ആണല്ലോ അത്. ഒരാൾ ഇനിഷ്യൽ പൊസിഷനിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, പക്ഷേ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഈ ഡിഫറൻസ് വളരെ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു കാര്യമാണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ഈ സ്കേലാർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും? സ്കേലാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദിശ കൺസിഡർ ചെയ്യുന്നില്ല, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്ഷനും കൂടെ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിയും ഇതാ എയിൽ നിന്ന് ബിയിലേക്ക് ഈ ഡയറക്ഷനിൽ നമ്മൾ സഞ്ചരിച്ചു. ഓക്കെ, ഇപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് ആളെന്ത് ചെയ്തു? എയിൽ തന്നെ വന്നു. എന്നിട്ട് പിന്നെ ആൾ സിയിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എതിർ ദിശയിലാണ്, അല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ അതങ്ങനെ ക്യാൻസലായി പോവും ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഇവിടെ ഇതെല്ലാം 5 കിലോമീറ്റർ ആണെന്ന് കൂട്ടിക്കോളൂ. ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വ്യക്തി ബിയിലേക്ക് സഞ്ചരിച്ചത് 5 കിലോമീറ്റർ ആണ്. ഏതാണ്? പോസിറ്റീവ് 5 കിലോമീറ്റർ ആയിട്ട് എടുത്തോളൂ. ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ചത് എന്താണ്? നേരെ തിരിച്ചൊരു ഡയറക്ഷനാണല്ലേ, അപ്പോൾ -5 കിലോമീറ്റർ ആണ്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാമല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തുകൊണ്ടാണ് അവിടെ 0 ആയതെന്നുള്ളത്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു വന്നു. അതേമാതിരി തന്നെ ഇപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് പോവുകയാണെങ്കിലും അവിടെ നമ്മൾ എടുക്കേണ്ടത് -5 കിലോമീറ്റർ എന്നാണ്. മനസ്സിലായോ? ഈ ഒരു ഡയറക്ഷൻ നമ്മൾ പ്ലസ് ആയിട്ട് എടുത്താൽ ഈ ഒരു ഡയറക്ഷൻ നമ്മൾ മൈനസ് ആയിട്ട് എടുക്കണം, ഓപ്പോസിറ്റ് ഉള്ളത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഡയറക്ഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ അവിടെ 0 ആയിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ അതെന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കിയേ, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ +5 കിലോമീറ്റർ, ബിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ -5 കിലോമീറ്റർ. ഇനി എയിൽ നിന്ന് സിയിലേക്ക് ട്രാവൽ ചെയ്തപ്പോൾ എന്ത് വരും? -5 കിലോമീറ്റർ. ശരിയല്ല? ഈ ഡയറക്ഷൻ നമ്മൾ നെഗറ്റീവായിട്ടാണ് എടുത്തത്, -5 കിലോമീറ്റർ. അപ്പം മൊത്തം ഡിസ്പ്ലേസ്മെൻ്റ് ഒന്ന് നിങ്ങളൊന്ന് ആഡ് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ. എത്ര പേരെ? +5 -5 ക്യാൻസലായി പോകും. ബാക്കി എന്ത് വരും? -5 കിലോമീറ്റർ വരും. എന്ത് വരും? -5 കിലോമീറ്റർ വരും. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് വന്നോ? ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് വന്നു. ഇനി പക്ഷേ ഇതേ സിറ്റുവേഷൻ തന്നെ ഞാൻ പറയാണ്, ഡിസ്റ്റൻസ് എന്ത് വരും? ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 5 കിലോമീറ്റർ, അവിടെ നിന്ന് തിരിച്ചു വന്നു, പിന്നെ എയിൽ നിന്ന് സിയിലേക്ക് പോയി 5 കിലോമീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് വരും? ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ വ്യക്തി ട്രാവൽ ചെയ്തിട്ടുള്ള എല്ലാ ലെങ്ത്തും എല്ലാ ദൂരവും നമ്മൾ ആഡ് ചെയ്യണം. അതിന് ഡയറക്ഷനൊന്നും നോക്കേണ്ട ആവശ്യമില്ല, സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് 5, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് 5, എയിൽ നിന്ന് സിയിലേക്ക് 5, മൊത്തം ആഡ് ചെയ്യുമ്പോൾ 15 കിലോമീറ്ററോളം ദൂരം ഈ വ്യക്തി സഞ്ചരിച്ചു. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അവിടെ നോക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിയത് -5 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അവിടെ ഒരു ചലനം നടന്നിട്ടുണ്ടോ, ഡിസ്റ്റൻസ് അവിടെ ഉണ്ടായിരിക്കും, അത് പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് വരാം? നെഗറ്റീവ് വാല്യൂസ് വരാം. ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി പോസിറ്റീവും വരാം നെഗറ്റീവും വരാം. അവരുടെ റെഫറൻസ് പോയിൻറ്റിന് ഡിപ്പെൻഡ് ചെയ്ത് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്തത് ആ ഡയറക്ഷനോട് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നെഗറ്റീവ് വാല്യൂസും വരാം, പോസിറ്റീവും വരാം നെഗറ്റീവ് വരാം. പക്ഷേ ഡിസ്റ്റൻസ് ഓൾവേസ് ബി പോസിറ്റീവേ ആകത്തുള്ളൂ. ഡിഫറൻസ് മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ 15 കിലോമീറ്ററിന് കിട്ടി. പക്ഷേ ഇതേ കണ്ടീഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഡയറക്ഷനും കൂടെ കൺസിഡർ ചെയ്തത് കൊണ്ട് നമുക്കവിടെ -5 കിലോമീറ്ററാണ് കിട്ടിയത്. ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ദി ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ഈസ് ഈക്വൽ ടു ദി ആൾജിബ്രായിക് സം ഓഫ് ഓൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഇതിലെ
ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഏതൊക്കെ വഴികളിൽ സഞ്ചരിച്ചു എല്ലാ ലെങ്ത്തും നമ്മൾ ആഡ് ചെയ്തു, ആൾജിബ്രായിക്ക് സം എടുത്തു. പക്ഷേ ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വെക്റ്റർ സമ്മാണ് എടുക്കുന്നത്. ഡിഫറെൻറ്റ് ഡയറക്ഷൻസിലേക്ക് പോയിട്ടുള്ള ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വെക്റ്റർ സം എടുത്ത് നമ്മൾ നേരത്തെ കാണിച്ചു തന്നു. വെക്റ്റർ സം എടുത്തപ്പോൾ നെഗറ്റീവ് വാല്യൂ വന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആണല്ലോ. ഇനി അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള പാത്ത് ലെങ്ത് ആണ്. ഏതൊക്കെ വഴികൾ കൂടെ സഞ്ചരിച്ചോ ഡയറക്ഷനോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട, എല്ലാ കിലോമീറ്റേഴ്സും നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് മീൻസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തായിരിക്കും വരിക. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് സ്കേലാർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും പോസിറ്റീവേ വരത്തുള്ളൂ. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ വരാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ 0യും ആകാം, കാരണം ഇനിഷ്യൽ പൊസിഷനിൽ തിരിച്ചെത്തുകയാണെങ്കിൽ അവിടെ 0 വരാം. പക്ഷേ ഡിസ്റ്റൻസിന് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. ഡിസ്റ്റൻസിന് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്താകാം, പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ഓക്കെ. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആൾജിബ്രായിക്ക് സം എടുത്താൽ മതി. ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ വെക്റ്റർ സം തന്നെ എടുക്കണം, യൂണിറ്റ് മീറ്ററാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടില്ല. നെക്സ്റ്റ് വൺ ഈസ് സ്പീഡും വെലോസിറ്റിയും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം. ഡിസ്റ്റൻസിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് സ്പീഡ്, ഡിസ്പ്ലേസ്മെൻറ്റിനെ റിലേറ്റ് ചെയ്ത് പറയുന്നതാണ് വെലോസിറ്റി കേട്ടോ. ഓക്കെ. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇൻ എ യൂണിറ്റ് ടൈം, അല്ലെങ്കിൽ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ്, അതായത് ഇത്ര ടൈമിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് ചേഞ്ച് വന്നു എന്നുള്ളതാണ് സ്പീഡ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈമാണ്, ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് പറയുന്നത്. വെലോസിറ്റി ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ ആണ് കേട്ടോ. വെലോസിറ്റി ഈസ് ദി റേറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ ബോഡി, അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ യൂണിറ്റ് എന്ത് വരും, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്, അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്റർ തന്നെ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ യൂണിറ്റ് എന്ത് വരും, മീറ്റർ പെർ സെക്കൻഡ് വരും കേട്ടോ. CJ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും SI സിസ്റ്റത്തിലാണ് പറയുക. CJ സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത്ത് സെൻറ്റിമീറ്റർ എടുക്കുന്നതുകൊണ്ട് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് വന്നു. പിന്നെ ഈ രണ്ടെണ്ണത്തിന് സ്പീഡിന് വെലോസിറ്റിക്ക് എന്താണ്, സെയിം യൂണിറ്റും സെയിം ഡയമെൻഷനാണ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് m⁻⁴, l⁻⁴, t⁻⁻⁴ എന്നാണ് കേട്ടോ. അപ്പോൾ സ്പീഡിന് വെലോസിറ്റിക്കും സെയിം യൂണിറ്റ്സും ഡയമെൻഷനാണ്. ഇനി സ്പീഡ് എന്താണ് വെലോസിറ്റി എന്താണെന്ന് കമ്പയർ ചെയ്തിട്ട് പറയുന്നു. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞ പോലെ ഇതെന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പോരാം. സ്പീഡ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം എന്താണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്പീഡും സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡിന് ഡിസ്റ്റൻസിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സ്പീഡിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റിന് പോസിറ്റീവും നെഗറ്റീവും 0 വരാം, അതുകൊണ്ട് വെലോസിറ്റിക്കും പോസിറ്റീവും നെഗറ്റീവും 0 വാല്യൂസ് വരാം. സ്പീഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഡയറക്ഷനെ കുറിച്ച് ഒന്നും പറയുന്നില്ല, പക്ഷേ ഇവർ ഡയറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കമ്പയർ ചെയ്ത പോലെ തന്നെ നമ്മൾ അതേ പോയിൻറ്റ്സ് വെച്ച് തന്നെ സ്പീഡും വെലോസിറ്റിയും നമ്മൾ കമ്പയർ ചെയ്തു. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഗ്രാഫുകളാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഒക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പരിചയപ്പെടാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് നോക്കാം, ഗ്രാഫിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്ന് പറയുന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും വേണം. ആ ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. സ്റ്റേറ്റ് ഓഫ് മോഷൻ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്പീഡ്, വെലോസിറ്റി, 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ മോഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത സെക്ഷനിൽ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫായിട്ട് വരാം. ഓക്കെ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.